തിയേറ്ററിൽ പൊട്ടിപ്പോയൊരു സിനിമയുടെ മൂന്നാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർ. ആടിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദി അൾട്ടിമേറ്റ് കൾട്ട് ഫിലിം ഇൻ മലയാളം. അങ്ങനെ ആട് വീണ്ടും തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. ഈ പറയുന്ന ആട് ഒരു റോഡ് മൂവിയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ സിനിമയും ലിജോ ജോസ് പെല്ലിശ്ശേരിയും തമ്മിലുള്ള ബന്ധം അറിയാമോ? ആട് എങ്ങനെയാണ് തിയേറ്ററിൽ പൊട്ടിപ്പോയതെന്നും പിന്നെ അവതാരപ്പിറവി പോലെ ഉയർത്തെഴുന്നേറ്റ് കൾട്ടായി മാറിയതെന്നും അറിയാമോ? 10-11 വർഷങ്ങൾക്ക് മുമ്പ് 2015 ആടൊരു ഭീകരജീവിയാണെന്ന പേരിൽ ഈ സിനിമയുടെ ആദ്യ ഭാഗം തിയേറ്ററിലെത്തുന്നത്. ആ പേര് തന്നെ സ്വല്പം പെശകായിരുന്നു. അക്കാലത്ത് ഓം ശാന്തി ഓശാന എഴുതി ഹിറ്റാക്കിയ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം. ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ വടംവലിയും ഗുണ്ടായുസവുമായി നടക്കുന്ന ഷാജി പാപ്പൻ്റെയും പിള്ളേരുടെയും കഥ. മണ്ടന്മാരായ കുറെ ആൽഫ മെയിൽസ്. പിന്നെ അതിലേക്ക് സർബത്ത് ഷമീർ വന്നു, അറക്കൽ അബു വന്നു, സാത്താൻ സേവ്യർ വന്നു, ആശാൻ വന്നു, ആട് വന്നു, ബാങ്കോക്കിൽ നിന്ന് ഗാങ്സ്റ്റർ ഡ്യൂഡ് വന്നു, നീലക്കൊടുവേലി വന്നു, അടി ഇടി വെടി, ആകെ ബഹളം. ഒരു അറ്റവും മൂലയുമില്ല, കഥയില്ല, എല്ലാത്തിൻ്റെയും കൂടെ നോൺ ലീനിയർ സ്ക്രിപ്റ്റും. മൊത്തത്തിൽ ആളുകൾക്ക് കൺഫ്യൂഷൻസ്. കുറേ സീൻസ് കുത്തിനിറച്ച അൾട്ടിമേറ്റ് ക്രാപ്പ് എന്ന് മലയാളികൾക്ക് വിധി എഴുതാൻ അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ പടം പാളിയെന്ന് നിർമ്മാതാക്കൾക്ക് ഉറപ്പായി. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ റീ എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് സ്യൂട്ടിലേക്ക് പോയെന്നാണ് നിർമ്മാതാക്കളിൽ ഒരാളായ സാന്ദ്ര തോമസ് പറയുന്നത്. പടം റീ എഡിറ്റ് ചെയ്യാൻ വന്നത് സാക്ഷാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി. മിഥുൻ മാനുവൽ തോമസിന്റെ ഗുരുസ്ഥാനത്താണ് LJP. അതുകൊണ്ട് തന്നെ ആദ്യം നിർമ്മാതാക്കളുടെ സജഷൻസ് എല്ലാം പുല്ലുപോലെ തള്ളിക്കളഞ്ഞ സംവിധായകനും എഡിറ്ററും പിന്നെ ചെറിയ കോംപ്രമൈസിന് തയ്യാറായി. അങ്ങനെ അത്യാവശ്യം റീ എഡിറ്റിങ്ങോടുകൂടി സിനിമ മാറിക്കളിച്ചു. ബട്ട് ദ ഫേറ്റ് ഹാഡ് ഓൾറെഡി ബീൻ റിട്ടൺ. ഫസ്റ്റ് ഇംപ്രഷൻ മാറ്റാൻ മലയാളി പ്രേക്ഷകർ തയ്യാറായില്ല. അവർ ആ വഴിക്ക് വന്നില്ല. പടം 8 നിലയിൽ പൊട്ടി. ആഡ് ഈസ് ഡെഡ് ആൻഡ് ബറീഡ്. പിന്നീടാണ് ആട് എന്ന സിനിമയുടെ വിധിയെ തന്നെ മാറ്റിമറിച്ച സംഭവങ്ങൾ ഉണ്ടായത്. പടം ടൊറന്റിൽ ലീക്കായി. യുവാക്കൾ ഉൾപ്പെടെ ധാരാളം പേർ കുത്തിയിരുന്നു കണ്ടു, തല കുത്തിച്ചിരിച്ചു. സോഷ്യൽ മീഡിയ പേജുകളിൽ മീമുകൾ കുമിഞ്ഞുകൂടി. സിനിമയിലെ ഓരോ ഡയലോഗുകളും ഓരോ കഥാപാത്രവും ഓരോ സീനും സിനിമ കാണാത്തവർക്ക് പോലും കാണാപ്പാഠമായി. ഓരോ ക്യാരക്ടറിൻ്റെയും ഇൻട്രോ സോങ്ങുകൾ ഗംഭീര ഹിറ്റുകളായി. ആടൊരു കൾട്ടായി മാറി. ആടിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിലെ സംഭാഷണങ്ങളായിരുന്നു. പിന്നെ കാരിക്കേച്ചർ രൂപത്തിലുള്ള കഥാപാത്രങ്ങളും തലങ്ങും വിലങ്ങും പഞ്ച് ഡയലോഗുകൾ. അത് തന്നെയാണ് സിനിമയെ കൾട്ടായി നിലനിർത്തുന്നത്. ആടിലെ വണ്ടിയും സൂപ്പർ ഹിറ്റായിരുന്നു. ആടിനെ ഒന്നുകൂടി കാണാൻ കൊതിക്കുന്ന ആരാധകർ നിരവധിയായി. അതോടെ പ്രേക്ഷകരുടെ ആഗ്രഹത്തിൽ നിന്ന് മാത്രം ആട് 2 പിറന്നു. ജയസൂര്യയെ പോലെ മീശ വളർത്തിയും ഡബിൾ ഷെയ്ഡ് മുണ്ടുടുത്തും പ്രേക്ഷകർ ആ സിനിമയെ ആഘോഷമാക്കി. അങ്ങനെയാണ് ദൃശ്യത്തെക്കാൾ വലിയൊരു ഫ്രാഞ്ചൈസിയായി ആട് വളരുന്നത്.